ഇത് ക്യൂൻ ഓഫ് ടേഴ്സിന്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഹെയ്നും ഹ്യുൻവുവും ഒരു റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ടൊക്കെ നിന്നതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു ബസ്സൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഹെയ്നെ അവിടെ കാണുവാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ ഹ്യുൻവുവും റോഡിലേക്കൊക്കെ ഇറങ്ങുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഒരു കാറും ഹ്യുൻവുവിനെ ഇടിച്ചിടുന്നു. ആ ഒരാളാകട്ടെ ഉൻസിങ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഹ്യുൻവുവിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനു മുമ്പ് ഹെയ്നെ ഹിനുവ പ്രപ്പോസ് ചെയ്ത സമയത്താകട്ടെ നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലി വളരെയധികം ഡിഫറെന്റ് ആണ്. എന്റെ ഫാമിലിയിൽ ഒരു പക്ഷെ നീ ഒറ്റപ്പെട്ടൊക്കെ പോയേക്കാമെന്നൊക്കെ ഹെയ്ൻ പറഞ്ഞ സമയത്തും അതൊന്നും തന്നെ ഒരു പ്രശ്നമല്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഹ്യുൻവുവും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേൾക്കുന്ന ഹെയ്നും വിവാഹമൊക്കെ കഴിക്കുവാനായിട്ട് സമ്മതമാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും ഒരേ ടീമിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഒരു വിവാഹം എന്നൊക്കെ ആയിരുന്നു ഹ്യുനുവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ഹ്യുനുവിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഒക്കെ പറ്റിച്ചിട്ടൊക്കെയുണ്ട്. ഭാവിയിലും ഇതിനേക്കാളും വലിയ തട്ടിപ്പിനൊക്കെ അവൻ ഇരയാക്കുകയാണെങ്കിലോ, അവൻ ഒരുപാട് അപ്സെറ്റ് ഒക്കെ ആകുകയാണെങ്കിലോ, അവനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഒരാളുടെ സഹായമൊക്കെ അവന് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരാളാകാമോ എന്നൊക്കെ ആയിരുന്നു ഹ്യുനുവും ഹെയിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഹെയിൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഒരു റൂമിലൊക്കെ ആയിരുന്നു അവളും ഉണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലെത്തുന്ന അച്ഛനും ഹ്യുനുവ് എവിടെയാണെന്നൊക്കെ ഡോക്ടറിന്റെ അടുത്തും ചോദിക്കുന്നു. ഹ്യുനുവ് ജീവനോടെ ഉണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്കുമാണ് അച്ഛനും ഒരു സമാധാനമൊക്കെ ആകുന്നത്. എങ്കിലും കുറച്ച് സീരിയസ് ആണ് അവന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കാണുവാനായിട്ട് അച്ഛനും അമ്മയും കൂടി എത്തി കഴിയുമ്പോഴത്തേക്കും ബെഡിൽ അവൻ ഉണ്ടായിരുന്നു കൂടിയില്ല. അവനും ഒരു ടാക്സിയൊക്കെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെയ്നും ഉണ്ടായിരുന്ന റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ റൂമിന്റെ അകത്തേക്കൊക്കെ ഒരാൾ കടന്നും വരുന്നത്. അവളും അവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തുവൊക്കെ വെച്ചിട്ട് അയാളുടെ തലക്കെട്ടൊക്കെ അടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും ഇറങ്ങി ഓടുവാനായിട്ട് നോക്കുന്നു. പക്ഷെ കൃത്യമായിട്ട് തന്നെ ഓൺസിങ്ങിന്റെ മുമ്പിലേക്കാണ് അവൾ ചെല്ലുന്നതും. എന്റെ സമ്മതമൊന്നും ഇല്ലാതെ നീ ആയിരുന്നു എന്നെ തട്ടിക്കൊണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്ൻ ചോദിക്കുമ്പോഴാകട്ടെ, നീ ഹ്യുനുവിനെ കാണുകയും വീണ്ടും ഹ്യുനുവ് നിന്നെ ചതിക്കുകയും ചെയ്യുന്നൊന്നും എനിക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് അവനും അറിയിക്കുന്നത്. നീ എന്തിനായിരുന്നു ഹിനുവിനെ കാണുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ കയ്യിലുണ്ടായിരുന്ന തോക്കുമായിട്ട് ഉൻസിങ് അവളുടെ അടുത്തേക്കൊക്കെ ചെന്ന് ചോദിക്കുന്നു. എനിക്ക് ജർമ്മനിയിൽ നിന്നും ഒരു ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലുള്ളതാകട്ടെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പോലെ എനിക്കും തോന്നി. പക്ഷേ നീ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ബുക്കിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ അവന്റെ അടുത്തുനിന്ന് ചോദിക്കുവാനായിട്ടായിരുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷെ ആരെങ്കിലും എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കോപ്പി ചെയ്തതാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നൊക്കെ അവൾ പറയുകയാണ്. അവനും അവളെ ഒന്നും ചെയ്യാതെ ഇരിക്കുവാനായിട്ട് അവളും, ഞാൻ ഒരിക്കലും നിന്നെ തെറ്റിദ്ധരിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കണം. നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ഉൻസിങ്ങിന്റെ അടുത്തും പറയുകയാണ്. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പോകാം. മാത്രമല്ല നമുക്ക് വിവാഹവും കഴിക്കാമെന്നൊക്കെ ഉൻസിങ് പറയുമ്പോഴത്തേക്കും അവനെ എതിർക്കുവാനായിട്ടൊന്നും അവൾക്ക് സാധിക്കുമായിരുന്നില്ല. ഹ്യുനുവിന്റെ ഫ്രണ്ട് ഇപ്പോൾ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് നിന്നും ഏത് വണ്ടി ആയിരുന്നു ഹെയ്നെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷെ ആ വണ്ടി ആരുടേതാണെന്ന് കണ്ടെത്തുവാനൊന്നും സാധിക്കുകയില്ല എന്ന കാര്യം അവരും മനസ്സിലാക്കുന്നു. അതേസമയം അവിടേക്ക് ഹ്യുനുവ് കൂടി എത്തുന്നു. ഹെയ്ൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഹ്യുനുവിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറയരുതെന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ക്രീസ്കോ സ്യോൽഹിയുടെ അടുത്ത് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്യോൽഹിനെ കൊണ്ട് ഹെയ്ൻ എവിടെയാണെന്ന് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു ക്രീസ്കോയുടെ അടുത്ത് ഹ്യുനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്യോൽഹി അന്വേഷിക്കുകയാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് അവളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രീസ്കോയും ഇതിനൊക്കെ തന്നെ പിന്നിൽ ഉൻസിങ് ആണോ എന്നൊരു സംശയമാണ് എനിക്കുള്ളതെന്നൊക്കെ സ്യോൽഹിയുടെ അടുത്ത് പറയുമ്പോഴാകട്ടെ, ഹെയ്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഹ്യുനുവിനെ ജയിലിൽ ഇട്ടതുപോലെ തന്നെ നിങ്ങളെയും ജയിലിൽ ഇടുന്നതായിരിക്കുമെന്നൊക്കെ സ്യോൽഹിയുടെ അടുത്ത് പോലും ഉൻസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെയാണ് സ്യോൽഹി ഓർക്കുന്നത്. സ്യോൽഹിയും ഇപ്പോൾ ഒരാളെ കോൾ ചെയ്തതിനു ശേഷം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പണം എല്ലാം തന്നെ മറ്റൊരിടത്തേക്ക് നീക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് തന്നെ ഉൻസിങ് ആ ഒരു പണം എല്ലാം തന്നെ ഡോളറിലാക്കിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോയെന്ന കാര്യമാണ് സ്യോൽഹി മനസ്സിലാക്കുന്നത്. സ്യോൽഹി അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന വിവരമൊക്കെ ഗ്രേസ്കോയും ഇപ്പോൾ ഹ്യുനുവിന്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യുനുവിന്റെ ഫ്രണ്ട് ഹ്യുനുവിനെയുമായിട്ട് ആ ഒരു കാറുകളെ എല്ലാം തന്നെ പിന്തുടർന്നു പോകുന്നു. ബ്രോക്കറെ കൊന്നിട്ടുണ്ടായിരുന്ന ആളാകട്ടെ ഉൻസിങ് ആണ് തന്നെ ഈ ഒരു കാര്യമൊക്കെ ചുമതലപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തന്റെ ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിവരമൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം ഉൻസിങ് നാട് തന്നെ വിടുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെ ഫ്രണ്ട് ഹ്യുനുവിനോട് പറയുന്നു. ഹ്യുനുവിന്റെ ഫ്രണ്ട് ഡിവോഴ്സിന്റെ ഒരു ലോയർ ഒക്കെ ആണല്ലോ. എന്റെ ക്ലയൻസിനാകട്ടെ നല്ലൊരു ലൈഫൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഡിവോഴ്സ് മേടിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനവും തോന്നിയിട്ടുണ്ട്. പക്ഷെ നീ ആകട്ടെ ഇത്രയ്ക്ക് എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും ഹോസ്പിറ്റലിൽ കിടക്കാതെ എന്റെ കൂടെയൊക്കെ വരികയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പേടിയൊക്കെ തോന്നുന്നു എന്നായിരുന്നു ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
വേട്ടയാടാനൊക്കെ പോകുന്ന സമയത്ത് ഒരു വില്ലയിലൊക്കെ ആയിരുന്നല്ലോ ഹെയിന്റെ ഫാമിലി താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടേക്കാണ് സെൽഹിയും ടീമും കൂടി പോകുന്നത്. അതായത് അവിടെയാണ് ഇപ്പോൾ ഉൻസിങ് ഉള്ളതും. കുറച്ചു നേരമായിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ നീ പോലീസിനെയൊക്കെ വിളിക്കാനായിട്ട് മടിക്കരുതെന്നൊക്കെ ഫ്രണ്ടിനോട് പറഞ്ഞതിന് ശേഷം ആ ഒരു സ്ഥലത്തേക്കൊക്കെ നടന്നു പോകുകയാണ് ഹിനുവും. ഹിനുവും ഒളിച്ചും പാത്തുമൊക്കെ എങ്ങനെ അവരുടെ കണ്ണു വെട്ടിച്ച് അകത്തേക്ക് കടക്കുമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് നേരത്തെ ആ ഒരു ഡോഗിനെയൊക്കെ വഴിയിൽ വെച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്ന ആളെ കാണുവാനായിട്ടും ഹിനുവു എത്തുന്നു. അയാളും രഹസ്യമായിട്ട് അകത്തേക്ക് കയറുവാനായിട്ടുള്ള ഒരു താക്കോലൊക്കെ അവന് നൽകുകയാണ്. മാത്രമല്ല ഒരുപാട് വണ്ടികളൊക്കെ എന്തോ ഒരു സാധനമായിട്ട് അകത്തേക്ക് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അയാൾ ഹിനുവിനോട് ചോദിക്കുന്നു. ഈ ഒരു വണ്ടികൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉൺസിംഗ് തന്നെ പണമൊക്കെ ഡോളറാക്കി മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വണ്ടികളൊക്കെയാണ് അത്. സിയോൽഹിയും ഉൺസിങ്ങിനെ കാണുവാനായിട്ട് എത്തിയതിനു ശേഷം നിനക്ക് നാട് വിട്ടു പോകണമെങ്കിൽ പോകാം, ഞാനതിൽ ഒന്നും തന്നെ എതിർക്കുകയില്ല. പക്ഷെ എന്റെ അടുത്തൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ ഒരു പണവും അതുപോലെ തന്നെ ചെയർമാനെ ഞാനാണ് കൊല്ലുവാനായിട്ട് ശ്രമിച്ചതെന്ന രീതിയിലുള്ള ആ ഒരു വീഡിയോയും തനിക്ക് തിരികെ തരണമെന്നാണ് സിയോൽഹിയും ആവശ്യപ്പെടുന്നത്. ഞാൻ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുവാൻ മിടുക്കനാണെന്നൊക്കെ അവൻ പറഞ്ഞതിന് ശേഷം പണ്ട് നടന്ന ഒരു കാര്യം കൂടി കാണിക്കുകയാണ്. ഹെയിന്റെ ഫാമിലി ആകട്ടെ അന്ന് പിക്നിക്കിനൊക്കെ ബീച്ചിലെത്തിയതായിരുന്നു. സിയോൽഹി മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്ന സമയത്താണ് ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ഉൻസിങ്ങിനെ സിയോൽഹി കാണുന്നത്. പക്ഷെ സിയോൽഹിയും അവന്റെ പിന്നാലെയൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുന്നു. അവനും സിയോൽഹിനെ കാണുവാനായിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആരുടെയെല്ലാം കണ്ണിൽ പെടുന്നതിന് മുമ്പ് നീ തിരികെ പോകണമെന്നൊക്കെ പറഞ്ഞ് അവന് പണവും കൊടുത്തിട്ട് സിയോൽഹി പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പേടിക്കപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ആയിരുന്നു അവനും അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു അവർ സഞ്ചരിച്ച ബോട്ടിനൊക്കെ അപകടം സംഭവിക്കുന്നത്. ഹെയിന്റെ സഹോദരനെ കാണാനില്ല എന്ന കാര്യം കൂടി സോൽഹി മനസ്സിലാക്കുകയാണ്. സോൽഹിയും കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷവും ഉൻസിങ് പോയിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കി സോൽഹി അവനെ കാണുവാനായിട്ട് എത്തുമ്പോഴത്തേക്കുമാണ് ആ ഒരു ബോട്ടൊക്കെ തകർത്തത് അമ്മയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമായിരുന്നു, ഞാനത് കണ്ടതാണ്. എങ്കിൽ പോലും അവരെല്ലാവരും മരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടായിരുന്നു ഈ ഒരു കാര്യമൊക്കെ രഹസ്യമാക്കി ഞാനും വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് ഉൻസിങ്ങും പറഞ്ഞത്. അപ്പോൾ മുതൽ ഞാൻ എത്ര വർഷമായിട്ട് കാത്തിരിക്കുകയാണെന്ന് നമുക്ക് അറിയാമോ? ഒരിക്കലും വരികയില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അമ്മ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉൻസിങ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാകട്ടെ അന്ന് ആ അപകടം നടന്ന സമയത്ത് ഹെയ്ൻ ആയിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരികയില്ലായിരുന്നു. എന്റെ പ്ലാനൊക്കെ കൃത്യമായി നടന്നേനെ. നീ ഒരിക്കലും അതിന്റെ ഒന്നും തന്നെ ഇടയ്ക്ക് വരികയില്ലായിരുന്നു എന്നൊക്കെയാണ് സ്യോൽഹി അറിയിക്കുന്നതും. ഇനി സോൽഹി ചെയർമാനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്ന ടാബാകട്ടെ എവിടെയാണ് ഉള്ളതെന്നും അതിന്റെ പാസ്വേഡ് എന്താണെന്നും പോലും ഓൺസിംഗ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓൺസിങ്ങിനെ താൻ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ ഒരു പണമെന്നും അത് ഓൺസിങ്ങിന് അവകാശപ്പെട്ടതാണ് എന്നും ആയിരുന്നല്ലോ നേരത്തെ സോൽഹി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണം തരുവാനായിട്ട് തയ്യാറല്ല എന്ന് ഉൻസിങ് ഉറപ്പിച്ചു പറയുന്നു. ഇതെല്ലാം തന്നെ അവിടെ ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്ന ഹെയ്നും കേൾക്കുകയാണ്. ആരോ ഒരാൾ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട് എന്ന് സ്യോൽഹിക്ക് അപ്പോൾ തന്നെ മനസ്സിലായതാണ്. സ്യോൽഹിയും അതിനടുത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ടൊക്കെ പോകുന്നു. ഈ ഒരു സമയം മുതലാക്കിക്കൊണ്ട് ഹെയ്നും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ ഉൻസിങ്ങും അവൾ അങ്ങനെ ഓടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ പിടികൂടുവാനായിട്ട് പിന്നാലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഹെയ്ൻ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴി വന്നിട്ടുണ്ടായിരുന്ന ഹ്യുൻവുനെയും അവൾ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ നോക്കുന്നതെല്ലാം തന്നെ ഉൻസിങ്ങും കാണുന്നു. അങ്ങനെ ഉൺസിങ്ങും തോക്കൊക്കെ എടുത്തുകൊണ്ട് അവരുടെ പിന്നാലെ പോക്കുകയാണ്. ഹ്യുനുവിന്റെ കണ്ടീഷനൊക്കെ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെയ്നോട് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ടാണ് അവൻ പറയുന്നതും. ഗേറ്റിന്റെ അടുത്തായിട്ട് എന്റെ ഫ്രണ്ട് നമുക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ട് എന്നും കൂടി ഹ്യുനുവു അറിയിക്കുന്നു. ഹെയ്നും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹ്യുനുവിന്റെ അടുത്ത് പിന്നീട് മാപ്പൊക്കെ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. ഹിമു പ്രപ്പോസ് ചെയ്ത സമയത്ത് അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒന്നിച്ചു തന്നെ പൊരുതാമെന്നൊക്കെയാണ് അവളുടെ അടുത്തും അവൾ പറയുന്നത്. അവർ രണ്ടുപേരും നടന്നും ഓടിയുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും ഉൻസിങ് ആകട്ടെ വണ്ടിക്കൊക്കെ ആയിരുന്നു വന്നിട്ടുമുണ്ടായിരുന്നത്. മാത്രമല്ല ഉൻസിങ് അവരെ കാണുകയും ചെയ്യുന്നു. ഫ്രണ്ടും കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് പോലീസ് വണ്ടിയൊക്കെ അവിടേക്ക് വരുന്നത്. ഫ്രണ്ടും എത്രയും വേഗം അകത്തേക്ക് ചെല്ലുവാനായിട്ടൊക്കെ അവരോടും ആവശ്യപ്പെട്ട് ഗേറ്റൊക്കെ തുറന്നും കൊടുക്കുന്നു. ഉൺസിങ് അവരെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നീ എന്റെ ഒപ്പം വരികയാണ് എങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും മറക്കുന്നതായിരിക്കും, നമ്മൾ ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതല്ലേ എന്നൊക്കെ ഉൺസിങ് ചോദിക്കുമ്പോഴാകട്ടെ എനിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ലാതിരുന്ന സമയത്ത് പോലും എനിക്ക് നിന്റെ അടുത്തൊരു അകൽച്ചയൊക്കെ ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഞാനും സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയതെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും എന്റെ ലൈഫ് നശിച്ചത് തന്നെ നീ കാരണമാണ്, ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാമോ?
ഇങ്ങനെ ഒന്നും കാര്യങ്ങൾ അവസാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും നീ എന്റെ ഒപ്പം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ ഉൺസിങ്ങും പറയുന്നു. നിനക്കും എന്നെ ജീവനോടൊന്നും കിട്ടുകയില്ല എന്നൊക്കെ ഹെയിൻ പറയുമ്പോഴത്തേക്കും ഉൺസിങ്ങും ആകെ ഭ്രാന്തമായ രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. പോലീസൊക്കെ തന്റെ ചുറ്റും കൂടിയിട്ട് തന്നെ ഷൂട്ട് ചെയ്യുവാനായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഞാൻ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ നിന്നെയും കൂടി കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് ഞാൻ പോകുകയുള്ളൂ. അത് നിന്നെ കൊല്ലേണ്ടി വന്നിട്ടായാലും എന്ന് പറഞ്ഞ് ആ ഒരു തോക്കൊക്കെ ഇപ്പോൾ ഉൺസിങ് ഹെയിന് നേരെ ചൂണ്ടുകയാണ്. അങ്ങനെ ഓണിസിംഗം ഹെയ്നെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഹ്യുനുവോ അതിനിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബുള്ളറ്റ് ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നത് ഹ്യുനുവിന്റെ മേത്തേക്കാണ്. ആ ഒരു സമയത്താകട്ടെ ബാക്കിയുള്ള പോലീസുകാര് ഉൺസിങ്ങിനിട്ടും ഷൂട്ട് ചെയ്യുന്നു. ഉൺസിങ് അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ഹ്യുനുവിന് ബോധമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.